ഇന്ത്യയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു കുറ്റമുണ്ടായാൽ, ഇന്ത്യയുടെ തന്നെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പോളിസിയാണോ ഹൂത്തികൾ അവിടെ കൈകാര്യം ചെയ്യുന്നത്? അത്തരത്തിലുള്ള ഒരു പോളിസിയാണോ താലിബാൻ കൈകാര്യം ചെയ്യുന്നത്? അതിനാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അപ്പം അതുകൊണ്ട് അവരവിടെ കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായി തെളിഞ്ഞാൽ മറ്റേതെങ്കിലും നിയമപരമായ കൃത്യമായ നടപടികൾ ഇന്ത്യയെ പോലെ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം. പക്ഷെ അങ്ങനെ ഒന്നും വിശ്വസിക്കാൻ ഒരു തരവുമില്ലാത്ത, കൃത്യമായി പോയിന്റ് ബ്ലാങ്കിൽ പോലും ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന, ചെങ്കടലിൽ ഇപ്പോഴും കപ്പലുകളെ തട്ടിയെടുക്കുന്ന ഹൂത്തികളുടെ നിയമം, അത് ഇന്ത്യൻ നിയമവും ഇന്ത്യൻ നിയമത്തിൻ്റെ ഈ പറയുന്ന പോലെ നടപടിക്രമങ്ങളുമായി എങ്ങനെയാണ് താങ്കൾ താരതമ്യം ചെയ്യുന്നതെന്ന് എനിക്ക് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. സാധാരണ താങ്കൾ വലിയ തോതിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ഇന്ത്യയിലെ ലിബർട്ടിയെക്കുറിച്ചും ഇന്ത്യയിലെ നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ചും അതിൽ ഒരു പ്രതിക്ക് കൊടുക്കുന്ന അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ ബോധവാനായിട്ടുള്ള ഒരാളാണ്.